ഇന്ന് പുലർച്ചെ സംഭവിച്ച അപകട വാർത്തയിലേക്ക് തന്നെയാണ്. ആദ്യം മലപ്പുറം പെരിയമ്പലത്ത് ട്രാവലറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 മരണം. ട്രാവലർ ഡ്രൈവർ രാജേഷ്, യാത്രക്കാരി രമണി എന്നിവരാണ് മരിച്ചത്. 15 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാലക്കാട് നിന്നുള്ള കൊട്ടിയൂർ തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷും അനീഷ് ദേവസ്യയും ചേരുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് നിഖിൽ പ്രമേഷിലേക്കാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും ദാരുണമായ ഒരു സംഭവമായിരുന്നു. അപകട സ്ഥലത്ത് നിന്നാണ് നിഖിൽ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. 27 പേരുണ്ടായിരുന്ന ട്രാവലറാണ്, ഈ അപകടത്തിൽപ്പെട്ട ട്രാവലറാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഇത് അപകടം നടന്ന സ്ഥലമല്ല. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് അല്പം മാറിയാണ് ഈ ട്രാവലർ ഇപ്പോൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1:30 കൂടിയിട്ടാണ് അപകടം ഉണ്ടാകുന്നത്. കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടി പാലക്കാട് നിന്ന് വന്ന ട്രാവലറാണ് ഇത്. അതാണ് അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വ്യക്തതയില്ല. പാലക്കാട് നിന്ന് വരുന്ന വാഹനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അധിക സമയം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം, അങ്ങനെയൊന്നും കരുതുക വയ്യ. എന്തായാലും ഈ ട്രാവലറിൻ്റെ ഒരു കിടപ്പ് കാണുമ്പോൾ എന്താണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നിലവിലത്തെ സാഹചര്യത്തിൽ 2 മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ ട്രാവലർ ഡ്രൈവർ വടവന്നൂർ സ്വദേശിയായിട്ടുള്ള രാജു മരിച്ചു എന്നുള്ള വിവരമായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത്. പിന്നീട് ഒരാളുടെ കൂടി മരണവിവരം നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തു വരികയാണ്. അത് മുർക്കശം കുന്ന് സ്വദേശിയായിട്ടുള്ള രമണിയുടെ മരണമാണ്. 60 വയസ്സുള്ള രമണിയുടെ മരണമാണ് ഒടുവിൽ സ്ഥിരീകരിക്കുന്നത്. കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോവുകയായിരുന്ന സംഘമായിരുന്നു ഇത്. ഈ അപകടം സംഭവിച്ച ഉടനെ തന്നെ തൊട്ടടുത്ത ഫയർഫോഴ്സ് യൂണിറ്റുകളെയൊക്കെ വിവരം അറിയിക്കുകയും ആ ഫയർഫോഴ്സ് സംഘം കൂടി സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന ശേഷമാണ് ഈ ആളുകളെയൊക്കെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത്. ഈ പല ഭാഗങ്ങളും വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ്, മീഞ്ചന്തയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം അടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ ഈ വാഹനം വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ആളുകളെ പുറത്തേക്ക് എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഈ മേഖലയിൽ ആ സമയത്ത് രൂപപ്പെട്ടിരുന്നു. നിലവിൽ 15 പേർ ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ 15 പേരുടെ നില വലിയ അപകടമില്ല, അതായത് തൃപ്തികരമായിട്ടുള്ള ഒരു നിലയാണ് എന്നും ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നു. എന്തായാലും ഈ ദിനം പുലരുന്നത് തന്നെ ഒരു വലിയ ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ്, ദൗർഭാഗ്യകരമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് വളരെ വേഗത്തിൽ എത്തിച്ചേരാവുന്ന ഒരു വലിയ ആശുപത്രി എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. അതുകൊണ്ടാണ് വേഗത്തിൽ അവിടേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, ദേശീയപാത നവീകരണമൊക്കെ പൂർത്തിയായതിനു ശേഷം വളരെ വേഗത്തിലാണ് ഇതിലൂടെ പലപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതാണോ ഈ അപകടത്തിന് വഴിവെച്ച സാഹചര്യം എന്നുള്ളത് വ്യക്തമല്ല. അപകടം സംഭവിച്ച, അതായത് ഈ ട്രാവലറുമായി കൂട്ടിയിടിച്ച ലോറി ഈ അപകട സ്ഥലത്താണ് നിർത്തിയിട്ടിട്ടുള്ളത്. ഇത് മറ്റു വാഹനങ്ങൾ കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ട്രാവലർ ഇവിടേക്ക് മാറ്റുകയായിരുന്നു. ഇന്നലെ രാത്രിയിൽ തന്നെ റിക്കവറി വെഹിക്കിൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് നീക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സമീപത്തൊരു കടയിലേക്ക് പോയി നോക്കിയാൽ അവിടുത്തെ ആളുകളൊക്കെ ഇന്നലെ രാത്രി ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഒരുപക്ഷെ അവരുടെ അഭിപ്രായങ്ങൾ കൂടി നമുക്ക് ഈ പ്രതികരണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കാം എന്ന് കരുതുകയാണ്. ഈ പാത നമ്മൾ പരിശോധിക്കുമ്പോൾ കൃഷ്ണ വളരെ നല്ലൊരു റോഡാണ്, സമീപകാലത്ത് നവീകരിച്ചതാണ് ഇതിൻ്റെ പല ഭാഗങ്ങളും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ രാത്രിയിലൊക്കെ വാഹനങ്ങൾ കടന്നു പോകാറുണ്ട്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഈ അമിത വേഗത കൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഈ അപകടം എന്തായാലും വലിയ രീതിയിൽ ആളുകളെ എല്ലാം തന്നെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപാടധികം ആളുകൾ ആ സമയത്ത് ഇവിടെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ പുലർച്ചെ ഏതാണ്ട് 1:30 മണിയോട് കൂടി അപകടം സംഭവിക്കുന്നു. അതിനു പിന്നാലെ ഇവിടെ നിറയെ ഇപ്പം ഈ പാതയിലാകെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഉണ്ടായിരുന്നു. വാഹനങ്ങൾ കടന്നു പോകുന്നതിനുമൊക്കെ വലിയ പ്രയാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നിങ്ങൾ ഈ അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? അല്ല, ഇപ്പം രാവിലെയാണ് കേട്ടത് ഇങ്ങനെ അപകടത്തെ പറ്റിയിട്ട്. അതിൻ്റെ ദാരുണമായ സംഭവമാണെന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പുറത്തുനിന്നാണ് സംഗതി ഉണ്ടായിട്ടുള്ളത്. വാഹനം കുറച്ച് സ്പീഡ് കൂടി എന്നൊക്കെയാണ് പറഞ്ഞത്, എന്താണെന്നുള്ളത് അറിയില്ല. ഇത്ര നല്ല റോഡാകുമ്പോൾ സ്വാഭാവികമായിട്ട് രാത്രിയിലും നല്ല റഷുകളും പിന്നെ കോയമ്പത്തൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളൊക്കെ പോകുന്ന റോഡാണ്. അതിൻ്റെതായതാണ് കേട്ടത്. അപകടം ഉണ്ടാവുന്ന മേഖലയാണ് ഇവിടെ. അങ്ങനെ പൊതുവെ അപകടങ്ങൾ ഉണ്ടാവാറില്ല, പക്ഷേ ഈ രാത്രി സമയങ്ങളിൽ ഇൻ്റർസ്റ്റേറ്റ് വണ്ടികൾ പാസ് ചെയ്യുന്ന റൂട്ടാണല്ലോ, ആ ഒരു രീതിയിലുള്ള അതാണെന്ന് പറഞ്ഞത്. രാവിലെ തന്നെ ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആ സമയത്ത് കൂടുതലായിട്ടും ഈ എയർപോർട്ട് വാഹനങ്ങളാണ് അധികവും ഉണ്ടാവാറല്ലേ? എയർപോർട്ട് വാഹനങ്ങളും അതോടൊപ്പം തന്നെ വലിയ ടാങ്കറുകൾ ഒക്കെ പോകുന്ന റൂട്ടുകളുണ്ട്. പിന്നെ ഇൻ്റർസ്റ്റേറ്റ് വണ്ടികളുണ്ടാവും, ഇപ്പോൾ ബാംഗ്ലൂർ വണ്ടികൾ, കോയമ്പത്തൂർ വണ്ടികളൊക്കെ പാസ് ചെയ്യുന്ന ആ ഒരു സമയമാണ്.
അങ്ങനെ ആയിരിക്കാം. എന്താണ് അപകട കാരണം എന്നുള്ളത് വ്യക്തമല്ല. ഇപ്പോൾ രാവിലെയാണ് അറിയുന്നത് എങ്ങനെയുണ്ട് സംഭവം. കൃഷ്ണ, തന്നെയാണ് സംഭവം. അപകട കാരണം എന്ത് എന്നുള്ളത് വ്യക്തമല്ല. ഇവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് പലർക്കും വ്യക്തത ലഭിച്ചിട്ടില്ല. എന്താണ് അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നുള്ളത് പലർക്കും മനസ്സിലായിട്ടില്ല. കാരണം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിന് വരുന്ന വാഹനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അധിക ദൂരം അവർ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരിക്കാം ഈ അപകടം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവ് പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ അമിത വേഗത ആയിരിക്കാം എന്നാണ് പലരും പറയുന്നത്. എന്തായാലും അക്കാര്യത്തിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഈ ട്രാവലർ മാത്രമാണ് ഇപ്പോൾ ഇവിടേക്ക് നീക്കിയിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ട്രാവലറിന്റെ ഒരു ഭാഗം, ഈ ഡ്രൈവർ ഇരുന്ന ആ ഭാഗമാണ്, വലത് ഭാഗമാണ് പൂർണ്ണമായി തകർന്നിട്ടുള്ളത്. ഇപ്പുറത്ത് കാര്യമായ കേടുപാടുകൾ അല്ലെങ്കിൽ ഇടിയുടെ ആഘാതമൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ ഭാഗത്തിരുന്ന ആളുകളാണ് സുരക്ഷിതരായവരിൽ പലരും. അപ്പുറത്തെ ഭാഗം, അതായത് ഡ്രൈവർ ക്യാബിന് പുറകിലുള്ള ഭാഗമാണ് പൂർണ്ണമായി തകർന്നിട്ടുള്ളത്. അത് ആ ഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും. വലിയ രീതിയിൽ ആ ഭാഗം പൂർണ്ണമായി തന്നെ ഇടിച്ച് തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മീഞ്ചന്തയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം അടക്കം എത്തിയാണ് ഇതിനകത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ പുറത്തേക്ക് എത്തിച്ച് വളരെ വേഗത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇതിലൂടെ കടന്നു പോകുമ്പോൾ ദേശീയപാതയിലേക്ക് എത്തുകയാണെങ്കിൽ വളരെ വേഗത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് ഈ പരിക്കേറ്റ ആളുകളൊക്കെ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതായത് വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളെ പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ പരിക്കേറ്റവരുടെ ഈ പരിക്കിന്റെ തോത് പരമാവധി കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യം. അവിടെ തുടരുക. നമുക്ക് അനീഷ് ദേവസിയിലേക്ക് ഒന്ന് പോകാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ പരിക്കേറ്റവർ ചികിത്സയിലുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനീഷ് ഉണ്ട്. അനീഷ്, ഗുഡ് മോർണിംഗ്. അവിടെ എന്താണ് സാഹചര്യം? 5 പേരുടെ നില ഗുരുതരമാണ്, 15 പേർ പരിക്കേറ്റ് ചികിത്സയിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടേഴ്സും ഹോസ്പിറ്റൽ അധികൃതരും നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോകുൽ, ഗുഡ് മോർണിംഗ്. മലപ്പുറം പെരിയമ്പലത്ത് ഇന്ന് പുലർച്ചെയുണ്ടായ ഈ വാഹനാപകടത്തിൽ 2 പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ പാലക്കാട് നിന്ന് കണ്ണൂർ കൊട്ടിയൂർക്ക് തീർത്ഥാടനത്തിന് പോയ ഒരു ടെമ്പോ ട്രാവലറും ഈ കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോയിരുന്ന മിനിലോറി കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് ഈ നാടിന് നടക്കിയ ഈ സംഭവം അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിൽ 2 പേരുടെ ജീവനാണ് ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നത്. ഈ ടെമ്പോ ട്രാവലർ ഓടിച്ചിരുന്ന പാലക്കാട് വടുവന്നൂർ സ്വദേശിയായ രാജു, അദ്ദേഹത്തിന് 38 വയസ്സാണ്. ഈ ട്രാവലർ ഉണ്ടായിരുന്ന പാലക്കാട് മൂർക്കോശംകുന്ന് സ്വദേശിയായ രമണി, അദ്ദേഹത്തിന് 60 വയസ്സാണ് എന്നിവരാണ് മരണപ്പെട്ടത്. ഈ അപകട സമയത്ത് ടെമ്പോ ട്രാവലർ ഡ്രൈവർ ഉൾപ്പെടെ 27 യാത്രക്കാരുണ്ടായിരുന്നത്. ഈ ലോറിയിൽ 3 പേരും ഉണ്ടായിരുന്നു. ഈ അപകടത്തിൽ പരിക്കേറ്റ 15 പേരെ ഇപ്പോൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ലോറിയിൽ 3 പേരുണ്ടായിരുന്നതിൽ ഒരാൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തെ ഫറൂഖിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ടെമ്പോ ട്രാവലറിൽ ഉണ്ടായിരുന്ന 15 പേരെയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് ഈ മെഡിക്കൽ കോളേജിന് മുമ്പിൽ ഈ ടെമ്പോ ട്രാവലറിൽ ഈ തീർത്ഥാടനത്തിന് പോയ ഈ തീർത്ഥാടകരുടെ ബാഗുകളും അവരുടെ ചെരുപ്പുകളും ഒക്കെയാണ് ഈ നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. ഇന്ന് പുലർച്ചെ 1:30യോടെ ഈ അപകടം ഉണ്ടായതിനെ തുടർന്ന് ഈ ഏറ്റവും അടുത്ത് തന്നെ എത്തുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഈ അവരെ എത്തിക്കാൻ കഴിഞ്ഞു. ഇതിൽ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പരിക്കേറ്റ മറ്റുള്ളവരുടെ നില ഗുരുതരമല്ല എന്നാണ് ആശുപത്രിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. ഇവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. ഈ പുലർച്ചെ 1:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായതിനെ തന്നെ ഇത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അതോ ഇന്നലെയൊക്കെ ശക്തമായ കാലവർഷത്തിൽ ഇന്നലെ മഴയുണ്ടായിരുന്നു, അത് ഈ വണ്ടിയുടെ നിയന്ത്രണം വിട്ടതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഗോകുൽ, ശരി. അനീഷ് ദേവസിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നിഖിൽ പ്രമേഷ് പെരിയമ്പലത്ത് നിന്നും തത്സമയം ചേർന്നിരുന്നു. ഏതായാലും 5 പേരുടെ നില ഗുരുതരമെന്നത് സാഹചര്യം മാറിയിരിക്കുന്നു. ഇപ്പോൾ അവർ തൃപ്തികരമായ നിലയിലേക്ക് ആരോഗ്യനില എത്തിയിരിക്കുന്നു. 2 പേരുടെ മരണം സംഭവിച്ചെങ്കിൽ പോലും ബാക്കി 15 പേർക്ക് പരിക്കേറ്റതിൽ 5 പേർ അവരുടെ നില മെച്ചപ്പെട്ടു എന്നത് ആശ്വാസകരമാണ്. പക്ഷേ മഴക്കാലത്ത് അപകടങ്ങൾ കൂടുന്നു എന്നത് നമ്മളെ ചിന്തിപ്പിക്കുന്നതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.